ജീവിതത്തിൽ ഏറ്റവും ശാശ്വതമായ ഒരു സുഖം, ശാശ്വതമായ ശാന്തി, ശാശ്വതമായിട്ടുള്ള സമ്പത്ത്, അഭിവൃദ്ധി, ഇതെല്ലാം നേടാനുള്ള മാർഗ്ഗങ്ങളാണ് ഋഷിമാർ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഋഷിമാരെല്ലാവരും പോയി തപസ്സയല്ല പറഞ്ഞിരിക്കുന്നത്, എല്ലാവരും പോയി കാട്ടിൽ എല്ലാം ഉപേക്ഷിച്ച് കാട്ടിൽ പോകാനല്ല പറഞ്ഞിരിക്കുന്നവർ. അവർ പറഞ്ഞിരിക്കുന്നത് ജീവിതത്തിന് അതിൻ്റെ പൂർണ്ണതയിൽ ആസ്വദിക്കുക. നിങ്ങൾ ജീവിതത്തിന് അതിൻ്റെ പൂർണ്ണതയിൽ ആസ്വദിക്കുക. നമ്മുടെ ആയുർവേദം എന്ന് പറഞ്ഞാൽ ആയുസ്സിനെക്കുറിച്ചുള്ള ശാസ്ത്രമാണ്. 120 വയസ്സ് വരെ ദീർഘായുസ്സോടുകൂടി ആരോഗ്യത്തോടുകൂടി എങ്ങനെ ജീവിക്കാൻ പറ്റും. ശ്രീകൃഷ്ണൻ അവസാന ശ്വാസം വിടുന്നതിന് അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിന് ഒരു ക്ഷയം, ഒരു കുഴപ്പമുണ്ടായില്ല. അദ്ദേഹം പനി പിടിച്ച് കിടന്നു എന്നൊന്നും ഭാഗവത്തിലൊന്നും ഒരിടത്തും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഒരിക്കലും ആരോഗ്യത്തിന് കുറവുണ്ടാകാതെ പൂർണ്ണ ആരോഗ്യത്തോടുകൂടി, പൂർണ്ണ സന്തോഷത്തോടുകൂടി ശ്രീകൃഷ്ണ ജീവിതത്തിൽ എവിടെ നമ്മൾ ശ്രീകൃഷ്ണൻ കരഞ്ഞു കണ്ടിട്ടുള്ള എന്തെല്ലാം പ്രതിസന്ധികൾ അദ്ദേഹം അതിജീവിച്ചു. എവിടെ അദ്ദേഹത്തിൻ്റെ മുഖത്തെ പുഞ്ചിരി മാഞ്ഞിട്ടില്ല. സന്തോഷത്തോടും സംതൃപ്തിയോടും കൂടി ജീവിതത്തെ എങ്ങനെ എൻ്റെ പൂർണ്ണതയിൽ ആഘോഷിക്കാം എന്നാണ് നമ്മുടെ ഋഷിമാർ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അതിന് ആഘോഷമായിട്ട് മാറ്റുകയാണ്. ഈ ആഘോഷം തന്നെ പൂജയാണ്. നമ്മുടെ പൂജകളൊക്കെ ഭയങ്കര ആർഭാടത്തോടു കൂടിയാണ്. ഭാരതത്തിലെ പൂജകളൊക്കെ നോക്കുകയാണെങ്കിൽ ഭയങ്കര ആർഭാടമാണ്. കാരണം അത്ര സമ്പത്തുണ്ടായിരുന്നു നമുക്ക്. ഈ സമ്പത്തിൻ്റെ ആധിക്യം കൊണ്ടാണ് നമ്മുടെ പൂജകളിലെല്ലാം ഇങ്ങനെ ഒരു തരത്തിലുള്ള ആർഭാടത്വം വന്നു ചേർന്നു. ആന എഴുന്നള്ളിപ്പ്, വെടിക്കെട്ട്, പൂരം എല്ലാം വരാൻ കാര്യം എന്താണ്? കാരണം നമുക്ക് അത്രയും ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മളിതൊക്കെ ചെയ്തു. അപ്പോൾ ഇന്ന് നമ്മൾ അങ്ങനത്തെ ഇതൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ ആ സമ്പത്ത് നമ്മുടെ കയ്യിൽ ഇല്ലേ താൻ. ഇന്ന് നമ്മളൊരു 1,00,000 നാളികേരം കൊണ്ട് ഗണപതി ഹോമം നടത്തുക എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും അതൊരു അനാചാരമാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഗണപതി ഒന്നും പ്രസാദിക്കാൻ പോകുന്നില്ല. 1,00,000 നാളികേരം ഉണ്ടെങ്കിൽ നമുക്ക് എന്തെല്ലാം നല്ലതായിരിക്കും. പാവപ്പെട്ട 10 വീട്ടിൽ കൊടുക്കാനെങ്കിലും പറ്റും നമുക്ക്. അപ്പോൾ അതിനെ നമുക്ക് അനുകൂലിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. പണ്ട് അങ്ങനെ ചെയ്യാൻ സാമ്പത്തികം നമുക്കുണ്ടായിരുന്നു, സമൂഹത്തിനുണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ സമൂഹം അത്രത്തോളം സമ്പന്നമല്ല. അപ്പം നമ്മളങ്ങനെ ചെയ്യുന്ന ദുർവ്യയമാണ്. അത് നമ്മൾ ചെയ്യാൻ പാടില്ല. അത് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ നമ്മൾ പാരമ്പര്യത്തെ എടുക്കുക എന്ന് പറഞ്ഞാൽ എല്ലാം അന്ധമായിട്ട് അനുകരിക്കാനല്ല പറയുന്നത്. എൻ്റെ തത്വം മനസ്സിലാക്കി നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിലകൾ കത്തിക്കുന്നു അതുപോലെ തന്നെയാണ്. ആ നിലകൾ കത്തിക്കുക എന്നുള്ള ആചാരത്തിൻ്റെ പിന്നിലെ തത്വം നമ്മൾ മനസ്സിലാക്കുമ്പോൾ, ഇതിൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കുമ്പോൾ, നമ്മൾ സ്വയം അനുഷ്ഠിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അതൊരു വലിയ മാറ്റം കൊണ്ടുവരുന്നു. നമ്മൾ ഭയപ്പെടുന്നൊരു കാര്യമുണ്ട്. നമ്മൾ ഈ ഭാരതത്തിലെ ദേവതാ സങ്കല്പങ്ങൾ നമുക്ക് തന്നെ വലിയ പിടിയില്ല. ഒരു ദേവതയെ നാമം ചോദിച്ചാൽ മറ്റേ ദേവത കോപിക്കുമോ? കാരണം നമ്മൾ അങ്ങനത്തെ കഥകളാണ് കേട്ടിട്ടുള്ളത്. സരസ്വതിയും ലക്ഷ്മിയും തമ്മിൽ മത്സരം, അവർ തമ്മിൽ അസൂയ, കുശുമ്പ്, വെറുപ്പ്, അപ്പോൾ ശാപങ്ങൾ പരസ്പരം, ഇതൊക്കെ ഇങ്ങനത്തെ കഥകളൊക്കെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അപ്പോൾ ഈ കഥകളൊക്കെ നമ്മൾ കേട്ടിരിക്കുന്നതുകൊണ്ട് ദേവതകൾ തമ്മിൽ ഭയങ്കര പ്രശ്നമാണ്. ഒരു ദേവതയും മറ്റൊരു ദേവതയും തമ്മിൽ അസൂയയും കുശുമ്പൊക്കെയാണ്. ഇതൊക്കെയാണ് നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് ദേവത? സനാതന സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കുന്നത് വളരെ ആവശ്യമുള്ളതാണ്. നമ്മൾ സന്ധ്യയ്ക്ക് വിളക്ക് കത്തിച്ചാൽ മാത്രം പോരല്ല, നമുക്ക് എന്തെങ്കിലും നാമം ചോദിക്കണ്ടേ? അപ്പോൾ ദേവത എന്താണ്, ദൈവം എന്താണ്, ഈശ്വരൻ എന്താണ്, ഈശ്വരനും ദൈവവും ദേവതയും തമ്മിലുള്ള ബന്ധം എന്താണ്, ഇതൊക്കെ നമ്മളൊന്ന് സാമാന്യമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അപ്പോൾ നമ്മളെ ഈ ആധ്യാത്മികത ശാസ്ത്രം എന്നാണ് പറയുന്നത്. ശാസ്ത്രം എന്ന് പറഞ്ഞാൽ സയൻസ്. അതൊരു സയൻസാണ്. അതൊരു വസ്തുതാപരമായ ശാസ്ത്രമാണ്. ഇതൊരു അന്ധവിശ്വാസമേ അല്ല. നിങ്ങൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും, ഋഷിമാർ പറഞ്ഞ ഓരോ വാക്കും അവരുടെ ജീവിതത്തിൽ അവർ സാക്ഷാത്കരിച്ചതാണ്. അതിൻ്റെ സത്യത്വം അവർ സ്വയം കണ്ട് ബോധ്യപ്പെട്ട കാര്യങ്ങളാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഒരന്ധവിശ്വാസം ആരുടെ മേലെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ല. അപ്പോൾ നമ്മളെ ചിലതിനെ അന്ധവിശ്വാസം എന്ന് പറയുന്നതും ചിലതിനെ അന്ധവിശ്വാസം എന്ന് പറയാതിരിക്കുന്നതിൽ അർത്ഥമില്ല. കാരണം നമ്മൾ ഭാരതത്തിൽ നിന്ന് നല്ലൊരു ശതമാനം ജനങ്ങളും ആയുർവേദം ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ആയുർവേദം നമ്മൾ പഴയ പാരമ്പര്യത്തിന് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ ഗ്രന്ഥങ്ങളാണ് ഇപ്പോഴും ഉപയോഗപ്പെടുത്തുന്നത്. അപ്പോൾ ആയുർവേദത്തിനെ നമ്മൾ പാരമ്പര്യത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ അതേപോലെ തന്നെയാണ് ഈ പൂജാതി കർമ്മങ്ങൾ, നമ്മൾ നിത്യ അനുഷ്ഠാന കർമ്മങ്ങളൊക്കെ അതേ പാരമ്പര്യത്തിന് തുടർച്ചയാണ്. സംഗീതം, പ്രാചീന സംഗീതത്തിൻ്റെ അതേ രാഗങ്ങൾ, അതേ തത്വങ്ങൾ നമ്മൾ ഇന്ന് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അതിൽ പറഞ്ഞെല്ലാം ദേവതാസ്തുതികളാണ്. സംഗീതശാസ്ത്രം, ഭാരതത്തിൻ്റെ സംഗീതശാസ്ത്രം എടുത്ത് ദേവതാസ്തുതികൾ അല്ലാതെ വളരെ കുറച്ചേ കിട്ടത്തുള്ളൂ. എല്ലാം ദേവതാസ്തുതികളാണ്. പക്ഷെ അതെല്ലാം നമ്മൾ അംഗീകരിക്കുന്നുണ്ട്. അപ്പോൾ അതിനെ സംഗീതം പഠിക്കണേ ഈ സ്തുതികളിൽ കൂടെ തന്നെ പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ സ്തുതികൾ നമ്മൾ പഠിക്കുമ്പോൾ അത് ദേവതാസ്തുതികളാണെന്നുള്ള പേരിൽ അതിൻ്റെ മതത്തിൻ്റെ ഒരു മുദ്ര കുത്തി ഇതെല്ലാം വർഗീയമാണെന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കുകയല്ല വേണ്ടത്. ഇത് നമുക്ക് എന്ത് എടുക്കാനുണ്ട്, എന്ത് സ്വീകരിക്കാനുണ്ട്, വേണ്ടാത്ത തള്ളിക്കളയുക, അത്രയേ ഉള്ളൂ. അപ്പോൾ അതേപോലെയാണ് ഈ ആചാരങ്ങളെന്ന് പറയുന്നത്. ആചാരങ്ങളിൽ തത്വശാസ്ത്രമുണ്ട്. ഈ തത്വശാസ്ത്രം ഗ്രഹിച്ച് എന്ത് തള്ളണം, എന്ത് സ്വീകരിക്കണം എന്ന് അറിയണമെങ്കിൽ തത്വശാസ്ത്രം ഗ്രഹിക്കണം. തത്വബോധത്തോടു കൂടി, ആ തത്വബോധത്തോടു കൂടി കർമ്മം ചെയ്യുമ്പോൾ അതാണ് ശരിക്കും നമുക്ക് ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തിക്കാൻ നമ്മളെ സഹായിക്കും.
ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ ദേവതാ സങ്കല്പങ്ങളാണ്. ഈശ്വരശക്തി ഈശ്വരൻ ഒന്നേ ഉള്ളൂ എന്ന് ലോകത്തിൽ ആദ്യമായിട്ട് നിസ്സംശയം പ്രഖ്യാപിച്ചിട്ടുള്ളത് നമ്മുടെ ഉപനിഷത്തുകളാണ്, നമ്മുടെ വേദങ്ങളാണ്. ആ പരമമായ ഈശ്വരശക്തി നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെടണമെങ്കിൽ നമുക്കറിയാം, നമ്മുടെ ഒരു 5000 ഒരു ഇലക്ട്രിക് ലൈൻ നമ്മുടെ തലയ്ക്ക് മുകളിൽ കൂടെ പോകുന്നുണ്ട്. നമ്മുടെ വീട്ടിലെ ഒരു TV ഓൺ ചെയ്യണമെങ്കിൽ 5000 ലൈനിൽ നേരിട്ട് ലൈൻ പിടിച്ചാൽ അത് TV കത്തി പോകത്തേ ഉള്ളൂ. അത് ഉപയോഗപ്പെടുത്തണമെങ്കിൽ നമുക്കൊരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ വേണം. നമ്മുടെ ആവശ്യത്തിന് നമ്മുടെ വോൾട്ടേജ് കുറച്ച് കൊണ്ടുവന്നാലേ ഈ വിദ്യുച്ഛക്തി എന്ന് പറയുന്ന ശക്തിയെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. അതുപോലെ ഈശ്വരശക്തി എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച് നിലനിർത്തി സംഹരിക്കുന്ന ശക്തിയാണ്. ഇത്രയോ മഹാശക്തിയാണ് ഈ വൈദ്യുതശക്തി അല്ലെ ആറ്റമിക് എനർജി എന്നൊക്കെ പറയുന്നതിനൊക്കെ അപേക്ഷിച്ച് ഈശ്വരശക്തി എന്ന് പറഞ്ഞാൽ എത്രയോ ബൃഹത്താണ്, എത്രയോ മഹത്താണ്. നമ്മുടെ ചിന്തയ്ക്കൊക്കെ അപ്പുറമാണ്. നമ്മുടെ ചിന്താശക്തിക്കും നമ്മുടെ ജീവനൊക്കെ ആധാരമായ ശക്തിയാണ്.